എന്റെ ഒരു സുഹൃത്തുണ്ട്, വളരെ നല്ലൊരു സെയിൽസ് സ്കില്ലുള്ള ഒരാളാണ്. പുള്ളിക്ക് എത്ര ഡീൽ വേണമെങ്കിലും ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷെ പുള്ളിയുടെ പ്രശ്നം എന്താ അറിയോ? പുള്ളിയുടെ മൈൻഡ് സെറ്റ് നിൽക്കുന്ന ഒരു തലമുണ്ട്. ആ തലത്തിന് താഴെ റേഞ്ചിലുള്ള ആൾക്കാരെ മാത്രമേ പുള്ളിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റൂ. അതിന് മേലുള്ള റേഞ്ചിലേക്ക് പുള്ളിക്ക് പോകാൻ പറ്റില്ല. അത് പുള്ളിയുടെ ഒരു ലിമിറ്റേഷനാണ്. നമ്മളെപ്പോഴും ലൈഫിൽ ഗ്രോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മളെപ്പോഴും നമ്മളെക്കാളും ഈക്വൽ ലെവലിലോ താഴെയുള്ളവരുടെ കൂടെ ഹാങ് അറൌണ്ട് ചെയ്യാനാണ് നമുക്ക് ഇഷ്ടം. മറ്റുള്ളവരുടെ അടുത്ത് പോകുമ്പോൾ നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും. ഈ കോംപ്ലക്സ് വരുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ സെൽഫ് എസ്റ്റീം എല്ലാം എഫക്റ്റഡ് ആവും. നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോ ഈ വ്യക്തിക്ക് ഇനി ഹൈ ടിക്കറ്റ് വലിയ ക്ലോസിംഗ്സ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ ആളെ ആക്ച്വലി വർക്ക് ചെയ്യേണ്ടത് തന്റെ കണക്ഷൻസ് അല്ലെങ്കിൽ നെറ്റ് പീപ്പിൾ അറൌണ്ട് ഹിം, അവരുടെ പൊസിഷൻ, ലൈക്ക് അവരെത്ര വലിയ ആൾക്കാരാണ്, അവർ ഏത് ഇന്റലക്ച്വൽ ലെവലിലുള്ളവരാണ്, അവരുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ ഉള്ളിൽ ആ സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്ത് വരുമ്പോൾ മാത്രമേ നമ്മളെക്കാളും വലിയ ഒരുത്തനെ മുന്നിൽ ഇരുന്ന് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഈ വലിപ്പം എന്ന് പറയുന്നത് ഞാനൊരു ഫിനാൻഷ്യൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡീലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അത്രയും വലിയ ഒരു കമ്പനീനെ നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവനേക്കാളും വലുതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. നമുക്ക് നമ്മുടെ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ മതി. അപ്പൊ അവന്റെ മുന്നിൽ കോൺഫിഡൻസോട് കൂടി നമുക്ക് ആ ഡീൽ പിച്ച് ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പോൾ ആക്ച്വലി ഇഫ് യു വാണ്ട് ടു ക്ലോസ് ബിഗർ ഡീൽസ്, നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ഇൻവേർഡ് ആണ്. ലുക്ക് ഇൻസൈഡ്, നമ്മുടെ ഉള്ളിൽ തന്നെ വർക്ക് ചെയ്യണം. ആൻഡ് ഈ വർക്ക് ഭയങ്കര ടഫാണ്. വെറുതെ കുറെ പുസ്തകം വായിച്ചുകൊണ്ടോ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടോ ഈ പരിപാടി നടക്കില്ല. നമ്മളെ പൊളിക്കണം. പൊളിച്ച് നമ്മൾ ഇവോൾവ് ആയി വരണം. അങ്ങനെ വരുന്ന സമയത്ത് ഏത് വലിയ ആൾ വന്നു കഴിഞ്ഞാലും നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാനും